ഓ ഹായ് എന്നാ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞാൻ അതാ ഡീമൺ സ്ലേയറുടെ പുതിയ മൂവി കണ്ടു വന്നിട്ടേ ഉള്ളൂ. സോ റിവ്യൂ ചെയ്യാം. സോ ഈ റിവ്യൂ കൂടുതലും സ്പോയിലേഴ്സ് ഇല്ലാണ്ടേക്കും, എക്സെപ്റ്റ് ലാസ്റ്റ് ഒരു ഭാഗത്തെ സ്പോയിലേഴ്സ് വെച്ച് സംസാരിക്കും. ബട്ട് അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്പോയിലർ വാണിംഗ് തരാം. ബട്ട് അതിൻ്റെ മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇത് കണ്ടോ, ഒരു ലൈഫ് സൈസ് നിക്ക് റോബിൻ ബോഡി പില്ലോ. ബട്ട് എനിക്കിതിപ്പം മേടിക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സോ ദാറ്റ് ഇവൻച്വലി ഐ ക്യാൻ അഫോർഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് റിവ്യൂലോട്ട് പോകാം. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന ഡീമൺ സ്ലേയറുടെ മൂന്നാമത്തെ സിനിമയാണ്. ഞാൻ ഡീമൺ സ്ലേയറുടെ ഭയങ്കര വലിയ ഫാനൊന്നുമല്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ആനിമെ, ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ആണെന്ന് പറയില്ല. സോ വെൻ ഐ സേ ദാറ്റ് ഈ ആനിമെ ഇസ് വെർത്ത് ഇറ്റ് ആൻഡ് നിങ്ങൾ എന്തായാലും ഒരു ചാൻസ് കിട്ടിയാൽ പോയി കാണണം, ഐ മീൻ ഇറ്റ്. മുന്നത്തെ മൂവീസ് പോലെ റീക്യാപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ ലാസ്റ്റ് 2 എപ്പിസോഡ് കൊണ്ടുവെക്കുന്ന പരിപാടിയൊന്നുമില്ല. നേരെ പുതിയ കോണ്ടന്റ് ആക്ഷനിലോട്ടാണ് പോകുന്നത് ആൻഡ് ഐ എം വെരി ഹാപ്പി. പിന്നെ ആനിമേഷനെ പറ്റി ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും പറയണമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് യൂഫോർട്ടേബിൾ. അവർ ഡീമൺ സ്ലേയറുടെ ആനിമേഷൻ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് 10 out of 10 ആൻഡ് ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എല്ലാ ഫൈറ്റ് സീനും ഭയങ്കര ഫോക്കസ്ഡാണ്. ഐ ഹേറ്റ് വെൻ ഒരു ആനിമേ ഒരു ഫൈറ്റ് സീൻ്റെ നടുക്ക് കൂടെ വേറൊരു സീനിലോട്ട് അല്ലെങ്കിൽ വേറെ ക്യാരക്ടേഴ്സ് കട്ട് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഫൈറ്റ് സീനും ഓൾമോസ്റ്റ് തീർന്നിട്ട് നമ്മൾ വേറെ എന്തിലോട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. ഈ മൂവിയിലുള്ള ഫൈറ്റ്സ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാണ്ട് ത്രോ അവേ ഫൈറ്റ്സ് ഒന്നുമില്ല. നമ്മൾ സ്റ്റോറിയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് എല്ലാ ഫൈറ്റിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ഈ മൂവി നല്ല പേസിംഗ് ആണ്. 2.5 മണിക്കൂറിൽ ഒരു പറ്റുന്ന അത്ര കോണ്ടന്റ് ഫില്ല് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് എവിടെയും വലിയ ലാഗ് ഒന്നും തോന്നിയില്ല. അതേപോലെ മൂവി എൻഡ് ചെയ്യുന്നതും നല്ലൊരു സ്പോട്ടിലാണ്. എനിക്ക് ഈ മൂവിനെ പറ്റി സത്യം പറഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. നെഗറ്റീവ് പറയാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമുള്ളൂ. ആൻഡ് ഇത് അത്യാവശ്യം നിറ്റ് പിക്കിംഗ് പോലെ തോന്നാം. ഈ മൂവി മൊത്തം ഇൻഫിനിറ്റി കാസിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇതാണ് ഇൻഫിനിറ്റി കാസിൽ ആർക്കെന്ന് വിളിക്കുന്നത്. സോ ഇതെല്ലാം ഇൻഫിനിറ്റി ആർക്ക് നടക്കുന്നുണ്ട്. എല്ലാ ബാറ്റിൽസിലും ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സറൗണ്ടിങ് ഒക്കെ അത്യാവശ്യം സെയിം ആണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇതൊരു ചെറിയ ബോറിംഗ് ആയി തോന്നാം. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ദാറ്റ്സ് നിറ്റ് പിക്കിംഗ്. അല്ലാണ്ട് വലിയൊരു സീനൊന്നും എനിക്ക് വേറെ തോന്നിയില്ല. സോ ഓവറോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ആൻഡ് ഇതാണ് സ്പോയിലർ ഫ്രീ റിവ്യൂവിൻ്റെ എൻഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നൗ ഗോ വാച്ച് ദ മൂവി. നമ്മളിനി സ്പോയിലർ ടെറിട്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നിങ്ങളുടെ സ്പോയിലർ വാണിംഗ്. നമുക്ക് സ്പോയിലേഴ്സ് വെച്ചിട്ട് ഫൈറ്റ് വൈസ് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഷിനോബു വേഴ്സസ് ടോമ. ആൻഡ് ഈ ഫൈറ്റ് വാസ് ഗുഡ്. ഈ ഫൈറ്റ് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഇനിയും വരാനുണ്ട് ആ ഫൈറ്റ്. മാങ്കറിഡേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. സോ ഗുഡ് ഫൈറ്റ്. ഞാൻ കുറേ ഒന്നും പറയുന്നില്ല. വേണ്ടതിനെക്കാട്ടും കൂടുതൽ അവർ നീട്ടിയിട്ടൊന്നുമില്ല. നമുക്കത് പാസ് ചെയ്തിട്ട് സെനിറ്റ്സു ആസ് എ സ്കൈകക്കുപ്പ. ഈ ഫൈറ്റ് ഞാൻ ഈ മൂവിയിലോട്ട് പോകുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് തിങ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി മാങ്ക വായിച്ചതാണ്. ഞാനിത് കാണാൻ റെഡി ചെയ്യുന്നു. ആൻഡ് എല്ലാവരും എൻജോയ് ചെയ്ത പോലെ ഉണ്ട്. ഈ സീനൊക്കെ നടന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഹൈപ്ഡായിരുന്നു. സോ ഞാനും ഭയങ്കര എൻജോയ് ചെയ്തു. ബട്ട് എനിക്കിതിനോട് ചെറിയ പ്രശ്നമുണ്ട്. ബട്ട് ഇത് മൂവിനോട് ഒന്നും പറയാൻ പറ്റില്ല. അത് സ്റ്റോറി വെച്ചിട്ടാണ്. സോ സെനിറ്റ്സ് ഇത്ര ഒരു പേടിയുള്ളൊരു ക്യാരക്ടറായിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി പാടാം. ബിക്കോസ് അതൊരു ടോട്ടൽ ഷിഫ്റ്റാണ്. യെസ്, അവൻ്റെ മാസ്റ്ററിന് വേണ്ടി റിവെഞ്ചിനൊക്കെ പോവുക. പക്ഷെ എന്നാലും ഇത്ര പേടിയുള്ളൊരു ക്യാരക്ടർ പെട്ടെന്ന് ആ പേടിയൊക്കെ പോയെന്ന് പറഞ്ഞാൽ അറിയാലോ. സോ എനിക്ക് ഇത്രയും കൂടെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണണമായിരുന്നു, ആ പേടിയും. പക്ഷെ അവൻ ഈ റിവെഞ്ചും വെച്ചിട്ട് ഇത്തിരി സ്ട്രഗിൾ ചെയ്യണേ. ലാസ്റ്റ് എന്നിട്ട് അത് ഓവർകം ചെയ്യുന്നതെന്ന് കാണുന്നത് നന്നായനെ. ബട്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു മൂവിയിൽ എന്തായാലും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല എൻജോയ് ചെയ്തു. ഇനിയാണ് മൂവിയുടെ ലാസ്റ്റ് ഫൈറ്റ്, ടാഞ്ചറോ ആൻഡ് ഗിയോ വേഴ്സസ് അക്കാസ. ആൻഡ് ഈ ഫൈറ്റായിരുന്നു മൂവിയുടെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈറ്റും. അതേപോലെ ഏറ്റൊരു ഹൈലൈറ്റ് പോലെ. ബിക്കോസ് ഫസ്റ്റ് തന്നെ അക്കാസ ഒരു ഗ്രേറ്റ് വില്ലൻ ആൻഡ് ക്യാരക്ടറാണ്. അവൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഈ ഫൈറ്റ് ലൈക്ക് ഓവറോൾ ജസ്റ്റ് അവർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് ആ ഫ്ലാഷ് ബാക്ക് ഈ സ്റ്റോറിയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പിന്നെയും എനിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ അക്കാസനെ തോപ്പിക്കാൻ ടാഞ്ചറോ അവൻ്റെ പ്രസൻസ് ആഡ് ചെയ്യുന്നു. അതേപോലെ ട്രാൻസ്പാരൻസി എന്തോ മോഡ് പോലെ എന്തോ ആക്ടിവേറ്റ് ചെയ്യുന്നില്ലേ, അത് അവൻ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ മാസ്റ്റർ ചെയ്ത പോലെ ഉണ്ട്. ലൈക്ക് അവൻ പെട്ടെന്ന് അത് ഓർത്ത് ഇങ്ങനെ മനസ്സിലാക്കും അവൻ്റെ അച്ഛൻ ഇങ്ങനെ കാര്യം പറഞ്ഞതൊക്കെ. ബട്ട് അവൻ ജസ്റ്റ് ചിന്തിക്കും, മനസ്സിലാക്കും, മാസ്റ്റർ ചെയ്യും. അവൻ അത് ചെയ്യാൻ പാടുപെടുന്നില്ല. അവൻ ജസ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുക, ഞാൻ ചെയ്ത് കഴിഞ്ഞ്. സോ അതൊന്നും എനിക്ക് കാണണേന്നോ, ഇങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ഒരു ഇതുമില്ല. ജസ്റ്റ് ഒരു സ്ട്രഗിൾ കാണുന്നതിന് ഇറ്റ് വുഡ് ബി നൈസ്. ബട്ട് അഗൈൻ മൂവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂവിയിൽ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഞാൻ ഈ മൂവി നല്ലോണം എൻജോയ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നതല്ലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ്. നിങ്ങളെ ചാൻസ് കിട്ടി എന്തായാലും പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് എനിക്ക് ഈ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. ഐ എം വെരി ഹാപ്പി ദാറ്റ് അവർ മറ്റേ മൂവീസ് പോലെ ഫസ്റ്റ് അല്ല ലാസ്റ്റ് 2 എപ്പിസോഡൊന്നും കൊണ്ടുവെക്കാൻ ഫുൾ നമുക്കൊരു മൂവി കിട്ടില്ല. ഐ എം വെരി ഹാപ്പി. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ മൂവി കണ്ടോ? നിങ്ങൾ മൂവിനെ പറ്റി എന്താ തോന്നിയത്? നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് കാണാൻ പോകുന്നത്? അതൊക്കെ കമൻസിലിടൂ. ആൻഡ് യാ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.